ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഇഡിക്ക് മുന്നിൽ ഹാജരായി. മുഖ്യപ്രതിയും കമ്പനി ഉടമയുമായ KD പ്രതാപനാണ് ഇഡിക്ക് മുന്നിൽ ഹാജരായത്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിനീത വിജി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതിനിടെ കോടതി ചോദിച്ചിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറ്റുമോ? ഇതിന്റെ പശ്ചാത്തലത്തായിരുന്നു ഹാജരാകൽ. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ഇഡിയുടെ മുന്നിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും സുഹൈൽ, അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ലഭ്യമാവുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഈ പ്രതികളെ ലഭ്യമായിരിക്കുന്നത് ഇത് ആദ്യത്തെ തവണയാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി KD പ്രതാപനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 1600 കോടി രൂപയുടെ തട്ടിപ്പ് ഹൈറിച്ചിന് മറവിൽ നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. നേരത്തെ തന്നെ EDയുടെ അന്വേഷണത്തിന് പിന്നാലെ KD പ്രതാപനും ഭാര്യ ശ്രീനയും ഒളിവിൽ പോയിരുന്നു. പിന്നാലെയാണ് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി തന്നെ നേരിട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ എന്തുകൊണ്ട് പ്രതികൾ ഹാജരാകുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. പിന്നീട് EDയും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീടാണ് പ്രതികൾ ഞങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാമെന്ന് അറിയിക്കുകയും തുടർന്ന് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കേസിലെ പ്രധാന പ്രതിയും സ്ഥാപന ഉടമയുമായ KD പ്രതാപൻ അഭിഭാഷകർക്കൊപ്പം കൊച്ചിയിലെ ED ഓഫീസിലേക്ക് എത്തിയത്. ഭാര്യ ശ്രീനയോടും അന്വേഷണ സംഘം ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ശ്രീന ഇതുവരെ ഹാജരായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ED ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക തട്ടിപ്പ് ഏതൊക്കെ തരത്തിലാണ് നടന്നിട്ടുള്ളത്, കൂടുതൽ നിക്ഷേപകർ ഇതിൽ ഉണ്ടോ, അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ED വളരെ വിശദമായി പരിശോധിക്കുന്നുമുണ്ട്. സുഹൈൽ.